ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പയറും പുളിയും കൂമ്പും വച്ചിട്ടുള്ളൊരു അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചെറുതായിട്ട് ഒടിച്ച് വെച്ചിട്ടുള്ള നാടൻ പയർ, ഒടിപ്പയറാണ് എടുക്കേണ്ടത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പുളിയുടെ കൂമ്പ് എടുത്തിട്ടുണ്ട്. പയർ എന്തോരം എടുക്കുന്നോ അതനുസരിച്ച് പുളിയുടെ കൂമ്പ് കൂടുതൽ ചേർത്താൽ ടേസ്റ്റി ആയിരിക്കും. പുളിയുടെ കൂമ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഞാനിവിടെ പച്ചമുളകും വെള്ള കാന്താരിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുക. ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് ആക്കിയതേ ഈ പരുവത്തിൽ അരച്ചെടുക്കുക. ഇത് നല്ല പച്ച കളറിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ചുട്ടെടുക്കുക ചെയ്യേണ്ടത്. വാഴയുടെ ഇല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ പാനിലാണ് ചെയ്യണത്. നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പയറും നമ്മുടെ പുളിയുടെ ഇലയും പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പമൊക്കെ പരത്തി കൊടുക്കുന്ന രീതിയിലൊന്ന് പരത്തി ആ പാത്രത്തിൻ്റെ വട്ടത്തിലൊന്ന് കനം കുറച്ച് പരത്തി എടുക്കുക. അതിൽ തന്നെ നല്ല പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് ആവി കയറ്റിയെടുക്കാം, വേവിച്ചെടുക്കാം. പയറും പുളിയുടെ ഇലയൊക്കെ വെന്ത് വരട്ടെ. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ പയറും ഈ പുളിയുടെ ഇല ഈ ഒരു പേസ്റ്റ് നമുക്ക് വെന്ത് കിട്ടും. നല്ല സെറ്റായി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ. നമ്മുടെ ചമ്മന്തി നല്ല സെറ്റായിട്ട് വരാൻ വേണ്ടി ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അല്പനേരത്തിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്